നമസ്കാരം. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെയും അതിൻ്റെ ഉദ്യോഗസ്ഥരുടെയും ധീരമായ പ്രവർത്തനങ്ങൾ വരച്ചു കാട്ടുന്ന ചിത്രമാണ് ദുരന്തർ. ആ ദുരന്തറിൻ്റെ രണ്ടാം ഭാഗം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് റിലീസ് ചെയ്തത്. ഈ രണ്ടാം ഭാഗത്തിൻ്റെ റിലീസിനെ തുടർന്ന് പാകിസ്ഥാനിൽ ഇന്ത്യൻ ചാരന്മാരെ, ഒളിച്ചു കഴിയുന്ന ഇന്ത്യൻ ചാരന്മാരെ, അതായത് ഈ സിനിമയിൽ ഭിക്ഷാടനക്കാരായി വേഷമിട്ടുകൊണ്ട് ഇന്ത്യയുടെ ചാരന്മാർ അവിടെ ഉണ്ടായിരുന്നു, ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഉദ്യോഗസ്ഥന്മാർ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഒരു സംഭവ കഥകൾ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തർ ചിത്രം റിലീസ് ചെയ്തതിന് പിന്നാലെ പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള സെർച്ച് ഓപ്പറേഷൻസ് പാകിസ്ഥാൻ പോലീസും സൈന്യവും നടത്തുകയാണ് എന്നും അവിടെ കിടന്നുറങ്ങുന്ന ഭിക്ഷാടനക്കാരെ അടക്കം പാകിസ്ഥാൻ സൈന്യവും പോലീസും എല്ലാം പരിശോധിച്ച് അവർ ഇന്ത്യൻ ചാരന്മാരെ കണ്ടെത്താനുള്ള ഒരു വലിയ പ്രവർത്തനങ്ങൾക്ക് നടപടിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നുമൊക്കെ ഈ ദുരന്തർ സിനിമയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വീഡിയോ വൈറലായിരുന്നു. ആ വീഡിയോ ദൃശ്യങ്ങൾ അവകാശപ്പെടുന്നതനുസരിച്ച് പാകിസ്ഥാൻ പോലീസ് പ്രത്യേകിച്ചും കറാച്ചിയിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളിലുമെല്ലാം ഇന്ത്യൻ ചാരന്മാരെ തേടി അലയുകയാണ്. അവർ ഭിക്ഷാടനക്കാർക്കിടയിൽ ഇന്ത്യയുടെ ചാരന്മാരുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കുകയാണ്. ഇത് ദുരന്തർ ഇഫക്റ്റ് ആണ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോകൾ ഷെയർ ചെയ്തുകൊണ്ട് പലരും അവകാശപ്പെടുന്നത്. ഈ അവകാശവാദം പരിശോധിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഈ വീഡിയോകളിൽ ഉള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. അതിൽ ഒന്നാമത്തെ വീഡിയോ അത് വളരെയധികം വൈറലായിട്ടുണ്ട്. ആ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു യാചകൻ, ഒരു ഭിക്ഷാടനക്കാരൻ അവിടെ അടച്ചിട്ടിരിക്കുന്ന ഒരു കടയ്ക്ക് മുന്നിൽ കിടന്നുറങ്ങുന്നു. പാകിസ്ഥാൻ പോലീസ് അവിടെ വരുന്നു, ഇയാളെ തട്ടി ഉണർത്തുന്നു, അതിനുശേഷം ഇയാളെ ചോദ്യം ചെയ്യുന്നു, ഇയാളെ പരിശോധിക്കുന്നു, അതിനുശേഷം ഇയാളെ പോകാൻ അനുവദിക്കുന്നു, കിടന്നുറങ്ങാൻ അനുവദിക്കുന്നു. ഈ ദൃശ്യമാണ് ഒന്നാമത്തെ വീഡിയോയിൽ കാണുന്നത്. രണ്ടാമത്തെ വീഡിയോയിൽ കാണുന്നത് ഒരു സംഘം ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ പാകിസ്ഥാനിലെ ഒരു ലേബർ ക്യാമ്പ് പോലെ കാണാൻ സാധിക്കുന്ന ഒരു ക്യാമ്പിലേക്ക് കടന്നു വരുന്നു. അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 2 വയസ്സായിട്ടുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നു, അവരെ പരിശോധിക്കുന്നു. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് പോകുന്നു. മൂന്നാമത്തെ വീഡിയോയിൽ കാണിക്കുന്നത് 2 പേരെ ചേസ് ചെയ്യുന്നതാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ചേസ് ചെയ്യുന്നു. അവർ രണ്ടുപേരും 2 വഴിക്ക് ഓടുന്നു. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ 2 വശങ്ങളിലായി തിരിഞ്ഞോടി അവരെ പിടിക്കാൻ ശ്രമിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം പാകിസ്ഥാനിൽ നടക്കുന്ന സെർച്ച് ഓപ്പറേഷൻ ആണ്. ദുരന്തർ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഇന്ത്യൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനെ കണ്ടുപിടിക്കാനാണ് പാകിസ്ഥാൻ പട്ടാളവും അതുപോലെ തന്നെ പോലീസും ചേർന്ന് പാകിസ്ഥാനിലുടനീളം ഇത്തരം സെർച്ച് ഓപ്പറേഷനുകൾ നടത്തുന്നത് എന്നാണ് ഈ വീഡിയോകളിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ അവകാശവാദം തെറ്റാണ് എന്നാണ് വിശദമായ പരിശോധനയിൽ കാണുന്നത്. തീർച്ചയായും ഇത് വീഡിയോകൾ ഒറിജിനലാണ്, പോലീസ് പരിശോധന നടന്നിട്ടുണ്ട്. പക്ഷേ അത് മുമ്പ് പാകിസ്ഥാനിൽ നടന്ന ചില പരിശോധനകളുടെ ദൃശ്യങ്ങളാണ്. ഇതിന് ദുരന്തർ 2 എന്ന സിനിമയുമായി ബന്ധമില്ല എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഫാക്ട് ചെക്കിംഗ് ഏജൻസികളെല്ലാം പറയുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. ദുരന്തർ എഫക്റ്റ് എന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ അത് അതീവ രസകരവുമാണ്. ഇനി ഈ സെർച്ച് ഓപ്പറേഷൻസ് അവസാനിച്ചതിന് ശേഷമേ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ചാരന്മാരെ അയക്കുകയുള്ളൂ എന്ന് പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല രസകരമായ കമൻറ്റുകളും ഈ വീഡിയോ ദൃശ്യങ്ങളിൽ വരുന്നുണ്ട്. പക്ഷേ ഇതൊരു സെർച്ച് ഓപ്പറേഷൻ തന്നെയാണ്. പക്ഷേ അതിന് മുമ്പ് പാകിസ്ഥാനിൽ ചില കേന്ദ്രങ്ങളിൽ നടന്ന പരിശോധനകളാണ്. ദുരന്തർ സിനിമയുമായി ഇതിന് ബന്ധമൊന്നുമില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.